ജർമ്മനിയിലെ മ്യൂണിക് വിമാനത്താവളത്തിൽ 287 യാത്രക്കാരുടെ ജീവൻ കയ്യിൽ പിടിച്ച് വൻ ദുരന്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് വിയറ്റ്നാം എയർലൈൻസ് വിമാനം. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നും വിയറ്റ്നാമിലെ ഹനോയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുത്ത ബോയിംഗ് 787 വിമാനമാണ് ഭീതിജനകമായ നിമിഷങ്ങൾക്കൊടുവിൽ റൺവേയിൽ നിന്നും ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ അതിന്റെ വാൽഭാഗം ഭൂമിയിൽ അതിശക്തമായി ഉരസുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് റൺവേക്ക് പുറത്തേക്ക് കടക്കുകയും ചെയ്യുകയായിരുന്നു. വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമായിരുന്ന ഈ അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വിമാനത്തിനുള്ളിൽ 271 യാത്രക്കാരും 16 ക്രൂ അംഗങ്ങളുമാണ് ആ സമയം ഉണ്ടായിരുന്നത്. ഇതിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ ഒരു ഫസ്റ്റ് ഓഫീസറും 3 പൈലറ്റുമാരും അടങ്ങിയ സംഘമാണ് കോക്പിറ്റിൽ ഉണ്ടായിരുന്നത്. ശനിയാഴ്ച മ്യൂണിക് വിമാനത്താവളത്തിൽ വെച്ചാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ടേക്ക് ഓഫിനായി റൺവേയിലൂടെ കുതിച്ച 250 ടൺ ഭാരമുള്ള വിമാനം പെട്ടെന്ന് വേഗത കുറയുകയും തുടർന്ന് റൺവേയുടെ അവസാന ഭാഗത്തുള്ള പുൽത്തകിടിയിലൂടെയും ലൈറ്റ് പോസ്റ്റുകൾക്ക് സമീപത്തുകൂടിയും സ്കിഡ് ചെയ്ത് നീങ്ങുകയായിരുന്നു. തൊട്ടടുത്തുള്ള മരങ്ങളിലേക്ക് വിമാനം കൂട്ടിയിടിക്കുന്നതിന് തൊട്ടുമുൻപ് പൈലറ്റുമാർ വിമാനത്തിന്റെ മൂക്ക് പരമാവധി മുകളിലേക്ക് ഉയർത്തി. ഈ സമയത്താണ് വിമാനത്തിന്റെ വാൽഭാഗം നിലത്ത് ശക്തമായി ഉരസി വൻ രീതിയിൽ പൊടിപടലങ്ങൾ ഉയർന്നത്. വിമാനത്തിനുള്ളിൽ ഭയാനകമായ ശബ്ദമാണ് ആ സമയത്ത് കേട്ടതെന്ന് യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഓഫ് വിയറ്റ്നാം നൽകുന്ന വിവരമനുസരിച്ച് വിമാനം റൺവേയുടെ പകുതി എത്തിയപ്പോൾ ഏകദേശം 2 സെക്കൻഡ് നേരത്തേക്ക് ആക്സിലറേഷൻ സംഭവിച്ചതായി പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷവും വിമാനം വീണ്ടും വേഗത കൂട്ടുകയും ടേക്ക് ഓഫ് ഒഴിവാക്കാൻ കഴിയാത്ത പരമാവധി വേഗതയായ V1-ലെത്തുകയും ചെയ്തു. തുടർന്ന് റൺവേയിൽ ഇനി വിമാനം നിർത്തിയിടാൻ മതിയായ ദൂരമില്ലെന്ന് മനസ്സിലാക്കിയ പൈലറ്റുമാർ കേവലം 300 അടി മാത്രം റൺവേ ബാക്കിയുള്ളപ്പോൾ വിമാനം വായുവിലേക്ക് ഉയർത്താൻ നിർബന്ധിതരാവുകയായിരുന്നു. റൺവേയുടെ അറ്റത്ത് നീളത്തിൽ കാണപ്പെട്ട ടയർ പാടുകൾ പൈലറ്റുമാർ അവസാന നിമിഷം ബ്രേക്ക് പ്രയോഗിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ സാങ്കേതിക തകരാറുകളോ ബ്രേക്ക് തകരാറോ ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ടയർ പാടുകൾ ഈ വിമാനത്തിന്റെ തന്നെയാണെന്ന് ജർമ്മനിയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ്സ് ഇൻവെസ്റ്റിഗേഷൻ ഉറപ്പിച്ചു. വിമാനം ആകാശത്തേക്ക് ഉയർന്നു കഴിഞ്ഞ ഉടൻ തന്നെ വാൽഭാഗം നിലത്ത് തട്ടിയെന്നും ടയറുകളുടെ എയർ പ്രഷർ അസാധാരണമായ വിധം കുറഞ്ഞു എന്നുമുള്ള മുന്നറിയിപ്പ് സിഗ്നലുകൾ കോക്പിറ്റിൽ ലഭിച്ചു. തുടർന്ന് പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുകയും അടിയന്തരമായി മ്യൂണിക്കിൽ തന്നെ തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ദീർഘദൂര യാത്രയായതിനാൽ തന്നെ വിമാനത്തിൽ വൻതോതിൽ ഇന്ധനമുണ്ടായിരുന്നു. പെട്ടെന്ന് ലാൻഡ് ചെയ്യാൻ ഉണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കാൻ നഗരത്തിന് മുകളിൽ 2 മണിക്കൂറോളം ചുറ്റിപ്പറന്ന് ഇന്ധനം ഒഴിവാക്കിയ ശേഷമാണ് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയത്. ലാൻഡിങ്ങിന് ശേഷം പരിശോധിച്ചപ്പോൾ വിമാനത്തിന്റെ പ്രധാന ലാൻഡിംഗ് ഗിയറുകളിലെ 8 ടയറുകളിൽ 4 എണ്ണത്തിന്റെയും പ്രഷർ പൂർണ്ണമായും നഷ്ടപ്പെട്ടതായും കുറഞ്ഞത് 2 ടയറുകളെങ്കിലും ചിതറിത്തെറിച്ച നിലയിലാണെന്നും കാണപ്പെട്ടു. വിമാനത്തിന്റെ അടിഭാഗത്തിന് ടെയിൽ സ്ട്രൈക്ക് മൂലം ഗുരുതരമായ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ച എയർ ഫ്രാൻസിന്റെ മുൻ ബോയിംഗ് ക്യാപ്റ്റൻ ജാക്വസ് ജൊറാൻസ് കോക്പിറ്റിലെ പൈലറ്റുമാരുടെ തീരുമാനങ്ങളിലെ കടുത്ത പിഴവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പൈലറ്റുമാരിൽ ഒരാൾ അറിയാതെ മറ്റൊരു പൈലറ്റ് ബ്രേക്ക് പ്രയോഗിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നാലും വിമാനം വലിയ അപകടങ്ങളൊന്നുമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാന ആശ്വാസ വാർത്ത.